ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളിത് കണ്ടു കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതിൽ എത്രയെത്ര ആർട്ട് വർക്ക്സ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, അവിടെ ഉണ്ടാവില്ലാതിരിക്കും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞു വരുന്നത് കൊച്ചി മുസരീസ് ബിനാലയെ കുറിച്ചിട്ടാണ്. ഈ തവണ 2025-26 ബിനാലെ 110 ദിവസമാണ്. ഡിസംബർ 12 2025 തുടങ്ങി മാർച്ച് 31 2026 വരെയുള്ള ദിവസങ്ങളിലാണ് കൊച്ചി മുസരീസ് ബിനാലെ നടക്കുന്നത്. ബിനാലെ എന്ന് വെച്ചാൽ എവറി സെക്കൻഡ് ഇയർ എന്നാണ് അർത്ഥം. വെനീസിൽ 1875 ആദ്യമായിട്ട് വെനീസ് ബിനാലെ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ആർട്ട് എക്സിബിഷൻ ആണ് ബിനാലെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഒത്തുചേർന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക തീമിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട്, അതിപ്പോൾ കണ്ടംപററി ആർട്ട് ആയിരിക്കാം, ഫിലിം ആയിരിക്കാം, ആർക്കിടെക്ചർ ആയിരിക്കാം, ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് കലാകാരന്മാരുടെയും പബ്ലിക്കിന്റെയും ഒരു ഹബ്ബായി മാറുന്ന ഇടങ്ങളാണ് ബിനാലെകൾ എന്ന് പറയുന്നത്. കൊച്ചി മുസരീസ് ബിനാലെയും ഇതുപോലെ തന്നെ 22 വെന്യൂകളിലായിട്ടാണ് ഇത്തവണ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 25ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് 66ഓളം കലാകാരന്മാർ ഇവിടെ അണിനിരന്നിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ആയിട്ട്. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് ഫോർ ദ ടൈം ബീയിങ് എന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ പോയി കണ്ടായിരുന്നു. ഞാൻ ഒരു വെന്യൂവിൽ മാത്രമായിട്ട് ആക്ച്വലി പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പോയി കണ്ടത് എക്സാക്ട്ലി കഴിഞ്ഞ വർഷം അവസാനത്തെ ദിവസമാണ്, ഡിസംബർ 31 ആണ് 2025 ഞാൻ പോയിട്ട് കണ്ടത്. സാധാരണ 10 മണി മുതൽ 6 മണി വരെ, വൈകിട്ട് 6 വരെയാണ് ബിനാലയുടെ സമയം എന്ന് പറയുന്നത്. അന്ന് 31 ആയതുകൊണ്ടും ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും അധികം തിരക്കുള്ളൊരു സമയം ആയതുകൊണ്ടും 2 മണി ആയപ്പോഴത്തേക്കും ബിനാലെ വെന്യൂ ക്ലോസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ആ കുറച്ച് സമയം കൊണ്ട് ഓടി നടന്ന് കണ്ട കുറച്ച് വിഷ്വൽസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ബിനാലകൾ ഇപ്പൊ ഇത് 4ാമത്തെ തവണയാണ് ഞാൻ കാണുന്നത്. 2012 ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നിഖിൽ ചോപ്രയാണ് ഇതിന്റെ മെയിൻ ക്യൂറേറ്റർ ആയിട്ടുള്ളത്. ഒപ്പം HH ആർട്സ് സം ഓർഗനൈസേഷൻ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത്തവണത്തെ ബിനാലെ ഒരുക്കിയിരിക്കുന്നത്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഇൻസ്റ്റലേഷൻസ് പലപ്പോഴും ബിനാലെകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പലതവണ ക്ലാസ്സുകളിൽ കുട്ടികളോട് പരാമർശിക്കുന്ന പല ഇൻസ്റ്റലേഷൻസും ഇപ്പോഴും മനസ്സിലുണ്ട്. കണ്ടതിൽ ഏറെ ഇഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ചരിത്രപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആശയപരമായിട്ടാണെങ്കിലും തെറാപ്പീസ് റൂമായിട്ടാണെങ്കിലും ഒക്കെ ഒത്തിരി, ടേപ്പസ്ട്രിയിലുള്ള കലയായിട്ടാണെങ്കിലും അങ്ങനെ ഒത്തിരി മനസ്സിൽ തങ്ങി നിൽക്കുന്നതും മനസ്സിലായതും മനസ്സിന് പിടികിട്ടാൻ പറ്റാത്തതായിട്ടുള്ള കലകളിലൂടെ ഒക്കെ കാണാനായിട്ട് കയറി ഇറങ്ങി പോകാനായിട്ട് സാധിക്കുകയുണ്ടായി. ബിനാലെകൾ എന്ന് പറയുന്നത് പലപ്പോഴും കലയെ ആസ്വദിക്കാനും അതിനെപ്പറ്റി വിചിന്തനം ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ്. അപ്പോൾ ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, കണ്ടു തീരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണുക. ഇറ്റ്സ് വർത്ത് വാച്ചിങ് ഇറ്റ്. ഓക്കെ, ബൈ ടാറ്റാ.